ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ റഷ്യയ്ക്ക് മേളിൽ കൊണ്ടുവന്നിരിക്കുന്ന 19ാം ഘട്ട സാങ്ഷൻസ് നിരോധനം. ഇതിൽ പ്രധാനമായിട്ട് രണ്ട് ഓയിൽ കമ്പനികൾ, ഒന്ന് ലൂക്ക് ഓയിലും മറ്റൊന്ന് റോസ് നെഫ്റ്റ് എന്ന് പറഞ്ഞ രണ്ട് കമ്പനികൾ. ഈ രണ്ട് കമ്പനികളുമാണ് പ്രധാനപ്പെട്ട നിലയിൽ ഇന്ത്യക്കുള്ളിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല, ചൈനയിലോട്ടും ഈ രണ്ട് കമ്പനികളാണ് പ്രധാനമായിട്ട് സപ്ലൈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കുള്ളിലാണെങ്കിൽ 35% റഷ്യൻ എണ്ണയുടെ ആ ഒരു സ്വാധീനമുള്ളത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും എല്ലാം ചേർന്ന് തന്നെയാണ് ഈ സാങ്ഷൻസ് റഷ്യയ്ക്ക് മേളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇന്ത്യ നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല എന്ന് വെച്ചുകൊണ്ട്, എന്നാൽ നമ്മൾ തന്നെ ഇതിനെ ഒന്ന് സാങ്ഷൻ ചെയ്തേക്കാം, സാങ്ഷൻസ് വരുത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു എക്സ്ക്യൂസ് ഇല്ലല്ലോ. കാരണം ഇത്രയും നാളും ഇന്ത്യ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സാങ്ഷൻസ് കൊണ്ടുവരാം, അതിലുപരിയായിട്ട് ഇന്ത്യ മാത്രം എണ്ണ വാങ്ങരുത് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഒരിക്കലും റഷ്യൻ ഓയിൽ നിർത്താൻ പോകുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി, എന്നാൽ ആഗോളതലത്തിൽ തന്നെ റഷ്യയ്ക്ക് മേളിൽ സാങ്ഷൻസ് കൊണ്ടുവന്ന് കളയാം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഒരുപാട് കോൺട്രാഡിക്ഷൻ ഉണ്ട്, അതെല്ലാം തന്നെ നമ്മളിവിടെ ഡീകോഡ് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം പൊതുവിലെ മെയിൻ സ്ട്രീമിലെല്ലാം നമ്മൾ കാണാൻ കഴിയുന്നത് റഷ്യൻ എണ്ണ കമ്പനികൾക്ക് മേളിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എണ്ണ കിട്ടില്ല, റഷ്യൻ എണ്ണ അല്ലെങ്കിൽ വാങ്ങാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചെറിയ തോതിൽ മാത്രം മേടിച്ചുകൊണ്ടിരുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ റഷ്യൻ എണ്ണ മാത്രമാണ് ഇന്ത്യ ഉപയോഗിക്കൂ എന്ന് എവിടെയും നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, സാങ്കേതികമായിട്ട് ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. യൂറോപ്പിൻ്റെ സാമ്പത്തിക മേഖല തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. യൂറോപ്പിൻ്റെ ഉള്ളിലേക്ക് തന്നെ പല രാജ്യങ്ങൾക്കും, മെജോറിറ്റി രാജ്യങ്ങൾക്കെല്ലാം തന്നെ വേണ്ടത് റഷ്യൻ എണ്ണയും റഷ്യൻ ഗ്യാസുമാണ്. അത് കുറഞ്ഞ പ്രൈസിൽ വേണം. ഇവരാണ് പ്രൈസ് ക്യാപ്പ് നിർണ്ണയിക്കുന്നത്. ഞങ്ങൾക്ക് $47 വേണം, ഞങ്ങൾക്ക് $46 വേണം, അതിന് കൂടുതൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് യൂറോപ്യൻസ്. ഇതേ റഷ്യൻ ക്രൂഡിനും റഷ്യൻ LNGക്കൊക്കെ ഇവരാണ് പ്രൈസ് ക്യാപ്പ് നിർണ്ണയിക്കുന്നത്. ഈ വെസ്റ്റേൺ മീഡിയ അവരുടെ നരേറ്റീവ് ഗ്ലോബലി പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിനെ ഒരു രീതിയിലും ഡീകോഡ് ചെയ്ത് നോക്കാതെ, അതിനെ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്ത് പഠിക്കാണ്ട് അതേപടി തന്നെ ഇവിടെ ഇന്ത്യൻ മീഡിയക്കുള്ളിലും അത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഖേദകരം എന്ന് പറയാനുള്ളത്. ഇതിനകത്ത് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ BBC ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ BBCയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ വായിക്കാം. BBC പറയുന്നത്, വൈ ജെൻസി പ്രൊട്ടസ്റ്റ് ഗ്ലോബലി നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കുള്ളിൽ മാത്രം ജെൻസി പ്രൊട്ടസ്റ്റ് നടക്കുന്നില്ല എന്തുകൊണ്ടെന്നുള്ള ചോദ്യമായിട്ടാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കേണ്ടത്? ഇതിൽ നിന്ന് ഉദ്ദേശിക്കേണ്ടത് ഇവർ ഇന്ത്യയുടെ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരെന്നാണോ, അല്ലെങ്കിൽ നിലവിലുള്ള ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ വേണ്ട രീതിയിലുള്ള ഒരു പ്രചോദനം എന്നുള്ള നിലയിൽ ഈ ഒരു ന്യൂസ് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് BBC പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ ബ്ലൂംബർഗ് ആയിക്കോട്ടെ, ഇതേപോലെ CNN ആയിക്കോട്ടെ, അവരെല്ലാം തന്നെ പല രീതിയിലുള്ള നെറേറ്റീവ്സാണ് ഇന്ത്യക്കെതിരെ അച്ചടിച്ചിറക്കുന്നത്. ഇതിനകത്ത് ബ്ലൂംബർഗ് ചോദിക്കുന്നത്, അതായത് ഇന്ത്യയുടെ എണ്ണ കച്ചവടം മൊത്തത്തിൽ ഡ്രൈഡ് ഔട്ട് ആവാൻ പോവാണ്, ഇന്ത്യക്ക് റഷ്യയുടെ എണ്ണ ഇനി കിട്ടില്ല എന്നുള്ളതാണ് അവർ ഈ രൂപത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ എണ്ണ റിഫൈനറികൾ ഡ്രൈഡ് ഔട്ട് ആകുന്നെങ്കിൽ പിന്നെ യൂറോപ്പ് എവിടെ നിന്നാണ് എണ്ണ മേടിക്കാൻ പോകുന്നത്? അതിനുള്ള ഉത്തരവും കൂടി അവർ പറയേണ്ടതുണ്ട്. ഇതിനകത്ത് നിലവിൽ ഇന്ത്യയുടെ റഷ്യൻ ഓയിൽ ഡിപ്പെൻഡൻസിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 36% നമ്മളിപ്പം റഷ്യൻ എണ്ണ ഇന്ത്യക്കുള്ളിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നിർത്തുമെന്നോ ഇത് തുടരുമെന്നോ ഇന്ത്യൻ ഗവൺമെന്റ് ഇതുവരെ ഒരു കമന്റ് പാസ്സാക്കിയിട്ടില്ല. അതായത് റഷ്യൻ ഓയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുന്നില്ല എന്നൊക്കെ ചിലർ ധരിക്കുന്നുണ്ട്. പക്ഷേ റഷ്യൻ ഓയിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഇറങ്ങുന്നുണ്ട്. ഈ 36% ഓയിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇന്ത്യക്കുള്ളിൽ ആ ഓയിൽ ചിലവാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോമഡി ആയി പോകും. ഈ 36% ഓയിൽ ഈ നയാറ മാത്രം ശുദ്ധീകരിച്ച് പുറത്തേക്ക് കയറ്റി അയക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ബ്ലണ്ടറായി മാറും. ഇന്ത്യക്കുള്ളിലും അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആയിക്കോട്ടെ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ആയിക്കോട്ടെ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആയിക്കോട്ടെ, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് MRPL, ഞാൻ മേൽ പറഞ്ഞ ഈ കമ്പനികളെല്ലാം തന്നെ റിലയൻസിന് പുറമേ ഇതേ റോസ് നെഫ്റ്റിലും ലൂക്ക് ഓയിൽ എന്ന് പറഞ്ഞ റഷ്യൻ ഓയിൽ കമ്പനികളിൽ നിന്നും എണ്ണ വാങ്ങുന്ന കമ്പനികളുടെ പേരാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിൽ റിലയൻസ് മാത്രം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം എന്താണോ ആ തീരുമാനം അനുസരിച്ച് റിലയൻസ് മുന്നോട്ട് പോകും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്ത് സംഭവിച്ചാലും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് വാങ്ങണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങില്ല, വാങ്ങണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങും. ഇതിനകത്ത് റിലയൻസ് ഒരു റിസ്ക് ആണ് എടുക്കുന്നത്. കാരണം റിലയൻസിൻ്റെ അസറ്റുകൾ ആഗോളതലത്തിൽ പല രാജ്യങ്ങളിലുമുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. പിന്നെ ഇവരാണെങ്കിൽ മോട്ടിക്കാൻ മിടുക്കന്മാരാണ്. സാങ്ഷൻ ചെയ്ത കമ്പനിയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ റിലയൻസിൻ്റെ അസറ്റുകൾ മൊത്തം ഫ്രീസ് ചെയ്യാനുള്ള സാധ്യതയുള്ള രാജ്യങ്ങളാണ്. അവരുടെ ഡേഞ്ചറാണ്. ലോകത്തിനെ ഏത് രീതിയിൽ കുത്തുപാള എടുപ്പിക്കാം എന്നുള്ളതിൻ്റെ PhD എടുത്തിരിക്കുന്ന ആൾക്കാരാണ് അമേരിക്ക, വെസ്റ്റേൺ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഈ കൂട്ടുകെട്ട്. അതിനു മുമ്പ് തന്നെ ഈ ഒരു മോഷണം അത് ഇവർ നടത്തുന്നുണ്ടല്ലോ. പണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ മോട്ടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ യൂറോപ്പ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ 160 ബില്യൺ വർത്ത് വരുന്ന ബാങ്ക് ഡെപ്പോസിറ്റ്, ബാങ്ക് നിക്ഷേപം, റഷ്യയുടെ പൈസ
യൂറോപ്പിൻ്റെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ആ 160 ബില്യൺ. അപ്പോൾ ഈ ഒരു 160 ബില്യണും ഉക്രൈന് ഇതുവരെ അങ്ങ് ഫ്രീസ് ചെയ്ത് വെറുതെ അങ്ങ് എടുത്ത് കൊടുക്കാം എന്നാണ് യൂറോപ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും നാളും. ഇപ്പോൾ പറയുന്നത് അതങ്ങനെ വെറുതെ അങ്ങനെ എടുത്ത് കൊടുക്കണ്ട, നമ്മൾ ലോണായിട്ട് കൊടുത്താൽ മതി, അതാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായമാണ് ഇപ്പോൾ ഇന്നലെ നടന്ന മീറ്റിംഗിൽ തീരുമാനിച്ചത്. അപ്പോൾ ഇതിനെതിരെ ഉക്രൈൻ നിരന്തരം പൈസ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. റഷ്യയുടെ അസറ്റുകൾ നിങ്ങളുടെ പക്കലുണ്ടല്ലോ, അത് ഫ്രീസ് ചെയ്ത് അതിന്റെ പൈസ ഞങ്ങൾക്ക് തരൂ എന്നാണ് ഉക്രൈൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ ആണെങ്കിൽ അത് ഉക്രൈന് അവകാശപ്പെട്ട പൈസയാണ് എന്നുള്ള രീതിയിലാണ് അതിനെ ആവശ്യപ്പെടുന്നത്. ആ അവകാശത്തിന്റെ ലെജിറ്റിമസി എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഉക്രൈനും റഷ്യക്കുള്ളിൽ ഒരുപാട് ഓയിൽ റിഫൈനറികളൊക്കെ അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, 24 റിഫൈനറികളാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് ഉക്രൈൻ റഷ്യക്കുള്ളിൽ. അപ്പോൾ ഇവരും അങ്ങോട്ട് നല്ല രീതിയിൽ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവകാശം പറഞ്ഞ് പൈസ ചോദിക്കാനുള്ള റൈറ്റ് ഒന്നും ഉക്രൈനില്ല. ഇപ്പോൾ യൂറോപ്പ് ആണെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് ലോണായിട്ട് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ ഉക്രൈൻ പറയുന്നത് ലോണായിട്ട് ഞങ്ങൾക്ക് വേണ്ട, കാരണം ഞങ്ങൾക്ക് ഈ പൈസ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഇത് ഉപയോഗിക്കണം, എന്നാൽ മാത്രമേ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ, വിനിയോഗിക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് ലോണായിട്ട് തന്നു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ലോൺ കൊടുക്കുന്ന വ്യക്തികൾ, ആ ഒരു പ്രൈവറ്റ് ഏജൻസി അല്ലെങ്കിൽ ആ ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉക്രൈൻ്റെ ഉള്ളിൽ വന്നിട്ട് കണക്കെടുപ്പ് നടത്തുകയും ഈ പൈസ എവിടെയൊക്കെ വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്യും. അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത് തന്നെ ഈ 160 ബില്യൺ തന്നെ റഷ്യയുടെ പൈസയാണ്. ആ റഷ്യയുടെ പൈസ എടുത്ത് ലോണായിട്ട് ഞങ്ങൾക്ക് തന്നിട്ട് പിന്നെ അതിൻ്റെ മേളിൽ ഇൻട്രസ്റ്റും കൂടെ നിങ്ങൾ മേടിക്കും. അപ്പോൾ അത് ആവശ്യമില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ ഈ രീതിയിലല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് ആ 160 ബില്യൺ വേണമെന്നാണ് ഉക്രൈനിലെ സെലൻസ്കി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതിനെതിരെ ഒരു സ്വരം ഇപ്പോൾ നിലവിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ബെൽജിയമാണ്. യൂറോപ്യൻ യൂണിയനിലുള്ള ഒരുപാട് രാജ്യങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് റഷ്യക്കുള്ളിലുണ്ട്. അത് ഇതിന്റെ ഇരട്ടി വരും. ഇതാണ് ബെൽജിയം എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് റഷ്യക്കുള്ളിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ബെൽജിയത്തിന് കുറച്ചുകൂടി പേടി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്, സ്വാഭാവികം. ബെൽജിയം പറയുന്നത് നിങ്ങൾ ഇതേപോലെ 160 ബില്യൺ എടുത്ത് ഈ രീതിയിൽ ചെലവാക്കി കഴിഞ്ഞാൽ നമ്മളുടെ സ്വത്തുക്കളും ഇതേപോലെ റഷ്യ ഫ്രീസ് ചെയ്യത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? അവർക്കും ഈ നടപടി എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു എതിർ സ്വരം, ഒരു ഒപ്പോസിഷനാണ് ബെൽജിയത്തിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പം ഉയർന്നു വരുന്നത്. റഷ്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത രാജ്യങ്ങളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ റഷ്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റുകളുള്ള രാജ്യങ്ങളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതാണ് നിലവിലെ ഈ ഉക്രൈന് ഫണ്ട് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ നേതാക്കൾക്ക് വലിയ വായിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കാം, ഞാൻ ഉക്രൈൻ ഇത്ര മില്യൺ കൊടുക്കും, ഇത്ര ബില്യൺ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതാണ് സംഗതി. കാര്യത്തോട് അടുക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ഹെസിറ്റേഷനാണ്. ഇന്ത്യ ആണെങ്കിൽ 2025, 2026 ഈ ഒരു ഫിസിക്കൽ ഇയറിൽ തന്നെ ഇനിയും $50 ബില്യൺ എണ്ണക്കച്ചവടം റഷ്യയുമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 50 ബില്യൻ്റെ എണ്ണക്കച്ചവടത്തിൻ്റെ കുറവ് റഷ്യയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് റഷ്യ വല്ലാത്ത രീതിയിൽ ക്ഷീണിതരാകും എന്നൊക്കെയാണ് യൂറോപ്പ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു 36% ആ ഒരു എണ്ണ റഷ്യയിൽ നിന്നും കട്ട് ഓഫ് ചെയ്യുന്നു വെച്ചോ, ഫോർ എക്സാമ്പിൾ. എന്താണ് സംഭവിക്കുക? അത് ഇത്രത്തോളം എണ്ണയുടെ ഷോർട്ടേജ് ഉണ്ടാവും. ഇന്ത്യ മാസീവായിട്ടുള്ള ക്വാണ്ടിറ്റി മിഡിൽ ഈസ്റ്റ് അതേപോലെ ആഫ്രിക്കൻ റീജിയനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. അപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ആഫ്രിക്കൻ റീജിയനിൽ നിന്നായിരിക്കും എടുക്കുക, മിഡിൽ ഈസ്റ്റിൽ ഒരു ആവറേജ് റേഞ്ചിൽ എടുക്കുള്ളൂ. അഥവാ റഷ്യൻ ഓയിൽ മേടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓയിൽ ഷോർട്ടേജ് വരും. റഷ്യയുടെ ഈ ഒരു എണ്ണയുടെ കോൺട്രിബ്യൂഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓയിൽ മാർക്കറ്റിൽ ഇതിൻ്റെ പ്രൈസ് ക്യാപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതേ ഒരു സെയിം മെത്തേഡ് റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചിരുന്നതാണ്. ബൈഡന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ റഷ്യയുടെ എണ്ണ സ്ഥാപനങ്ങൾക്ക് മേളിൽ സാങ്ഷൻസ് കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? എണ്ണ വില $110 ഉയരുകയാണ് ചെയ്തത്. അതിൽ നിന്നും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു 50% കുറവാണ് ഇപ്പോൾ എണ്ണ വില ഇപ്പം നിലനിൽക്കുന്നത്. $50 താഴെ മാത്രം വില നൽകിക്കൊണ്ടാണ് എണ്ണ വാങ്ങുന്നത് ഇപ്പം യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട മിക്ക രാജ്യങ്ങളും. 46, 47 ആ റേഞ്ചിലൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇപ്പം എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റഷ്യൻ എണ്ണ ഗ്ലോബൽ മാർക്കറ്റിൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിലയ്ക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രൈസ് ക്യാപ്പ് പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഈ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട പ്രൈസ് ക്യാപ്പ് പൊളിറ്റിക്സ് ഒപെക് എന്ന് പറഞ്ഞ രാജ്യങ്ങൾ പണ്ട് തൊട്ടേ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ടൂളാണ്. ആ ടൂളിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുൻകാല ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് ഇതിനെ ഡീറ്റെയിൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ജിയോ പൊളിറ്റിക്കൽ നിയന്ത്രിക്കുന്നതിൽ ഈ ഒപെക് രാജ്യങ്ങളുടെ ഈ ഒരു എണ്ണ കച്ചവടത്തിൻ്റെ ആ ഒരു കുതന്ത്രമാണ്. ഒപെക് രാജ്യങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ്റെ എണ്ണ ഗ്ലോബൽ മാർക്കറ്റിൽ വരാൻ പറ്റാത്ത അവസ്ഥയും, അതുപോലെ തന്നെ വെനിസുലയുടെ എണ്ണ, അതുപോലെ തന്നെ റഷ്യയുടെ എണ്ണയൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ശരിക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ആ പദ്ധതിയെ പൊളിച്ചടുക്കി കൊടുത്തത് ഇന്ത്യ റഷ്യ ആ ഒരു ബന്ധമാണ്. ആ ബന്ധത്തിനെ തച്ചുടയ്ക്കാനാണ് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പക്ഷേ അത് അവർക്ക് തന്നെ പാരാവാൻ പോവാണ്. അതാണ് ഞാനിവിടെ പറയുന്നത്.
കാരണം ഇനി ഇന്ത്യ ആഫ്രിക്കൻ റീജിയനിൽ നിന്നോ മിഡിൽ ഈസ്റ്റിൽ നിന്നോ എണ്ണ വാങ്ങിക്കട്ടെ, ഫോർ എക്സാമ്പിൾ, ഇതുവരെ തീരുമാനമായില്ലെങ്കിലും നമ്മൾ ആ രീതിയിലൊന്ന് ഇതിനെ വിശകലനം ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എണ്ണയുടെ ആവശ്യം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. രണ്ടാമത് യൂറോപ്പിന് എണ്ണ ഷോർട്ടേജ് ഉണ്ടാവും. യൂറോപ്പിന് എണ്ണ ഷോർട്ടേജ് ഉണ്ടാകുമ്പോഴത്തേക്കും ഒപെക് രാജ്യങ്ങൾ കൂടുതലായിട്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കേണ്ട നിർബന്ധിത അവസ്ഥയിലേക്ക് തള്ളപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ റഷ്യയുടെ ആ ഒരു ഗ്ലോബൽ കോൺട്രിബ്യൂഷൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിക്ക് തക്ക രീതിയിലുള്ള പ്രൊഡക്ഷൻ ഒപെക് രാജ്യങ്ങളെ കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. മാർക്കറ്റിൽ ഒരു വലിയ സ്പേസ്, ഒരു വലിയ ഗ്യാപ്പ് വരും ഈ ഒരു എണ്ണയുടെ ഡെഫിസിറ്റ് നികത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ റഷ്യ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യക്ക് എണ്ണ തരുന്നില്ല എന്നുണ്ടെങ്കിലും ചൈനയുടെ സൈഡിൽ കൂടെ എണ്ണ പോകും. ചൈനയുടെ 3 സ്ഥാപനങ്ങൾ റഷ്യൻ എണ്ണ നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. റഷ്യക്ക് ഇന്ത്യയും ചൈനയും കൂടാതെ തന്നെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ മറ്റു പല രാജ്യങ്ങൾക്കും റഷ്യ എണ്ണ വിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അതായത് എണ്ണ വില കുതിച്ചുയരും. ഇപ്പോൾ $50 ആണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഏതാണ്ട് ഇന്ന് $65 മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനി കൂടും. ഇത് കൂടിക്കൂടി ഇന്ത്യയുടെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ വില $110 പോയി നിൽക്കും. 110 മുകളിലും പോകും, 130 ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ യൂറോപ്യൻസിന് ഈ $130 കൊടുത്തുകൊണ്ട് എണ്ണ വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. വാങ്ങിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ എത്ര കാലം? പ്രത്യേകിച്ച് കനത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ. ഇപ്പോൾ ചൈനയുടെ കമ്പനികളാണെന്നുണ്ടെങ്കിൽ സിനൂക്ക്, സെൻഹുവ ഓയിൽ, ഈ കമ്പനികളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എന്നാ പിന്നെ റഷ്യൻ ഓയിൽ നിർത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്നത് സാങ്ഷൻസ് ആണല്ലോ. അപ്പോൾ ഇന്ത്യയും ഇതേ പാത പിന്തുടരുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സാങ്ഷനും നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ്റാണ് ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ടത്. നമുക്കൊന്നും അങ്ങനെ പറയാനില്ല. നമ്മളുടെ ഓൺ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. റഷ്യ ഇതുവരെ 1,00,000 ബാരൽ പെർ ഡേ ആണ് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇനി 50,000 ബാരൽ വിറ്റാൽ മതി. അപ്പോൾ അവർക്ക് പ്രൊഡക്ഷനും കുറച്ച് ചെയ്താൽ മതി, എന്നാൽ വരുമാനം കൂടുതൽ കിട്ടുകയും ചെയ്യും. ആ സാഹചര്യമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. സാങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റഷ്യയുടെ സാമ്പത്തിക വ്യവസ്ഥ തകർക്കുക. അതുകൊണ്ട് യുദ്ധത്തിലേക്കുള്ള അതുകൊണ്ട് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് ഒരു സപ്പോർട്ട് കുറയും. അപ്പോൾ ആ രീതിയിൽ ആക്റ്റീവായിട്ട് റഷ്യയ്ക്ക് ഉക്രൈൻ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതല്ല യാഥാർത്ഥ്യം നേരെ മറിച്ചാണ്. കാരണം സാങ്ഷൻ ഇട്ടതോടുകൂടി എണ്ണ വില ഉയരും. റഷ്യയ്ക്ക് പകുതി കച്ചവടം ചെയ്താൽ മതി. ഇതിന് മുമ്പ് ഉണ്ടായതിനേക്കാളും പൈസ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. അതാണ് സാഹചര്യം. ഇപ്പോൾ യൂറോപ്യൻസിന്റെ ഈ 19ാം ഘട്ട സാങ്ഷൻസ് അപ്ലൈ ചെയ്തിരിക്കുന്നതിന്റെ ഹിപ്പോക്രസി. എന്നാൽ യൂറോപ്പ് ഇതുവരെ LNG ഇപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യയുടെ കയ്യിൽ നിന്ന്, പൈപ്പ് ലൈൻ ത്രൂ. അപ്പോൾ ഇത് എപ്പോഴാണ് അവസാനിപ്പിക്കാൻ പോകുന്നത്? സാങ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം നിർത്തേണ്ടതല്ലേ? അങ്ങനെ അഥവാ ഇവർ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ആരുടെ നിന്നാണ് വാങ്ങിക്കാൻ പോകുന്നത് എന്നുള്ളത്, അഥവാ യൂറോപ്യൻ യൂണിയൻ, അത് യൂറോപ്പിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന LNGയുടെ പൈപ്പ് ലൈൻ കണക്ഷൻ നിർത്തുന്നുവെങ്കിൽ ഇവരെവിടെ നിന്ന് LNGയും എണ്ണയും വാങ്ങിക്കാൻ പോകുന്നത്? അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമല്ലോ. അത് ക്ലാരിഫൈ ചെയ്താൽ മാത്രമാണ് ഈ സാങ്ഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യ ശരിക്കും നോക്കിയിരിക്കുന്നത് യൂറോപ്പ് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. യൂറോപ്പ് നാളെ എവിടെ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു അതനുസരിച്ചിട്ടായിരിക്കും ഇന്ത്യ തീരുമാനിക്കുന്നത്. കാരണം അവനാവാമെന്നുണ്ടെങ്കിൽ എനിക്കും ആവാം. അതാണ് ഇന്ത്യയുടെ നിലപാട്. അതാണ് ഇന്ത്യ ഇതുവരെ ഒന്നും പറയാതിരിക്കുന്നത്. രണ്ടാമത്, ഈ റഷ്യ പകുതി എണ്ണ വിറ്റാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇപ്പം ചൈനയുടെ ഇത്രയും 4 കമ്പനികളും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളെല്ലാം തന്നെ റഷ്യയുടെ എണ്ണ വാങ്ങിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റഷ്യക്ക് പകുതിയെങ്കിലും എണ്ണ വിൽക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. റഷ്യക്ക് ചൈനയുമായിട്ട് പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട്. അവരുടെ പൈപ്പ് ലൈനിലൂടെ നല്ല രീതിയിൽ എണ്ണ ഒഴുകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൈനയുടെ നിന്ന് എണ്ണ വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതേ റഷ്യൻ എണ്ണ. പക്ഷെ അതേസമയം 118 ടാങ്കർ ഫ്ലീറ്റുകളെ സാങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല കമ്പനികളെ തെരഞ്ഞുപിടിച്ച് ഇവർ വെച്ചിട്ടുണ്ട്, യൂറോപ്യൻ യൂണിയനും അമേരിക്കയും. അതിനെയും ഇവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഷാഡോ ഫ്ലീറ്റുകൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കടൽ മാർഗമുള്ള ഈ ഒരു എണ്ണ വ്യാപാരമാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും ഏറ്റവും കൂടുതൽ തടസ്സം സൃഷ്ടിക്കാൻ കഴിയുക ഈ സാങ്ഷൻസിലൂടെ. പൈപ്പ് ലൈനിലൂടെ ഒരിക്കലും ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ പൈപ്പ് ലൈനിലൂടെ എണ്ണ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. യൂറോപ്പിലും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സാങ്ഷൻസ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ചൈനയ്ക്കും എണ്ണ കിട്ടും, യൂറോപ്പിനും എണ്ണ കിട്ടും, പക്ഷേ ഇന്ത്യക്ക് കിട്ടില്ല. ഇപ്പം ഇതിൻ്റെ കളി മനസ്സിലായല്ലോ. ഇതാണ് കളി. കാരണം എന്താണ്? ഇന്ത്യ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം പാസ്സാക്കിയിരിക്കുകയാണ്. ഇവർ കുറേ കാലം കൊണ്ട് ഇതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു റഷ്യ ഇന്ത്യ എണ്ണക്കച്ചവടം, ഈ കച്ചവടം എങ്ങനെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇവർ ഇത്രയും നാളും ആലോചിച്ച് കൂട്ടിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം മെനഞ്ഞുണ്ടാക്കുന്ന ഒരു സാങ്ഷനാണ് ഈ 19th സാങ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഇന്ത്യയെ മാത്രം റഷ്യൻ ഓയിലിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന സാങ്ഷൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം ഇവർ പത്രങ്ങളിലൂടെ ഇന്ത്യയെക്കുറിച്ചുള്ള നെഗറ്റീവ് വാർത്തകൾ കൊടുത്ത് ഇന്ത്യക്കുള്ളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ കുറയ്ക്കുക. അതായത് ഇന്ത്യ ഇനി വളരാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഇന്ത്യ ഇന്ന മേഖലകളിലൊക്കെ ഇനി ഇന്ത്യയെ ഈ രീതിയിലുള്ള മേഖലകളിലുള്ള വളർച്ചകളൊക്കെ ഒന്ന് തടഞ്ഞു നിർത്തുക എന്നുള്ള നിലയിലുള്ള ഒരു അപ്രോച്ചായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് അവർക്ക് റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെ ഒരു കരുവാക്കിക്കൊണ്ട് ഇന്ത്യക്ക് മാത്രം ഈ ഒരു എണ്ണ വാങ്ങിക്കാതെ ഇരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ യൂറോപ്പിനും ഇവർക്കും പൈപ്പ് ലൈൻ ഉണ്ട്. പൈപ്പ് ലൈനിലൂടെ അവർ എണ്ണ വാങ്ങും.
ആർക്ക്? യൂറോപ്പിനും ചൈനയ്ക്കും. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തിനോട് ഇന്ത്യ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ഇരട്ടത്താപ്പ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രംപിൻ്റെ വാക്ക്, ഈ ദീപാവലി വിഷസ്, ഇതൊന്നും തന്നെ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഏത് തരത്തിലുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ഏത് സമയത്ത് ഇന്ത്യക്ക് കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. കാരണം വളരെ വ്യക്തമായിട്ട് അറിയാം ട്രംപിൻ്റെ പോളിസി ആൻറ്റി ഇന്ത്യയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഒരു അപ്കമിങ് ഗ്രോത്ത് കാണിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയുടെ ഗ്രോത്ത് എന്നല്ല, ലോകത്ത് മറ്റൊരുത്തൻ്റെ ഗ്രോത്തും ഈ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ആഗ്രഹിക്കില്ല. കാരണം അവരുടെ സ്വഭാവം, ബേസിക് നേച്ചർ അങ്ങനെയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് വൈറ്റ് ഹൗസിൽ സെലൻസ്കി എത്തുന്നതിന്റെ തലേ ദിവസം പുടിനുമായിട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് സംസാരിച്ച ട്രംപ് 2 ദിവസത്തിനിപ്പുറം ഇന്ത്യക്ക് ഒരു ദീപാവലി വിഷയം കൊടുത്തുകൊണ്ട് അതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ മാർക്ക് റൂട്ടെ എന്ന് പറഞ്ഞ നാറ്റോയുടെ ചീഫുമായിട്ട് നടത്തിയ ചർച്ചയിൽ യൂറോപ്യൻ യൂണിയൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പിന്നീട് പുറത്തിറക്കിയത്. അപ്പൊ ഹംഗേരിയിൽ വെച്ചിട്ട് പുടിനും ട്രംപും ഒരു കൂടിക്കാഴ്ച നടത്തും എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ ഇപ്പം ആ ഒരു കൂടിക്കാഴ്ച തന്നെ ഇപ്പൊ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. പുടിനുമായിട്ട് നടത്തുന്ന ചർച്ച വേസ്റ്റ് ഓഫ് ടൈം എന്നാണ് ട്രംപ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഫോൺ കോളിനും ഈ മീറ്റിങ്ങിനും ഇടയിൽ എന്താണ് ബന്ധം? ഇതിന്റെ ഇടയ്ക്ക് പുടിനുമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് തെറ്റിയോ? ഒരിക്കലുമില്ല. ട്രംപ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കാനഡയിലെ മാർക്ക് കെർണെ പറഞ്ഞിരിക്കുന്നത്, ഇനി ഞങ്ങൾ അമേരിക്കയെ വിശ്വസിച്ചിരിക്കുന്ന ഒരു പരിപാടിയില്ല. കാനഡയിലെ ഉള്ളിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ, പ്രത്യേകിച്ചും ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ കുറവ് നന്നായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതിലുപരിയായിട്ട് സ്റ്റുഡൻസിന്റെ വരവ് തീരെ അങ്ങില്ലാതായിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാനഡയ്ക്ക് ഒരുപാട് റവന്യൂ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഇതാ മാർക്ക് കെർണെ ഇന്ത്യ സന്ദർശിക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച കനേഡിയൻ ഫോറിൻ മിനിസ്റ്റർ അനിത ആനന്ദ് ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്ക് കെർണെ ഇന്ത്യ വിസിറ്റ് ചെയ്യാനിരിക്കുകയാണ്. ഒരു FTA ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് രൂപപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട് കാനഡയുമായിട്ട്. ഈ രീതിയിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് റഷ്യൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ കൂടുതൽ ബോധേഡാവേണ്ട ആവശ്യമില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള വഴികളുണ്ട്. ആ വഴിയിലൂടെ ആയിരിക്കും ഇന്ത്യ സഞ്ചരിക്കുന്നത്. ഇന്ത്യക്ക് എവിടെ നിന്ന് ഓയിൽ വന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മറ്റൊരുത്തൻ പറഞ്ഞ് നിർത്തരുത്. ഇന്ത്യയുടെ പോളിസി ഇതുവരെ അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ യൂറോപ്പിനെ ബേസ് ചെയ്തിട്ട്, യൂറോപ്പിന്റെ നിലപാട് എന്താണ് റഷ്യൻ ഓയിലിൽ, സാങ്ഷൻ ഇട്ടിട്ട് നിങ്ങൾ ഓയിലും ഗ്യാസും വാങ്ങിക്കുവോ എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ നോക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതിനകത്ത് കുറേ വിഷയങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട്. എന്തായാലും തുടരെ വരുന്ന വീഡിയോകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഇതൊരു ചെറിയ വിഷയമല്ല, ഇതിനെക്കുറിച്ച് വേറെയും കുറേ വിഷയങ്ങളുണ്ട്. കാരണം ഇന്നലെ ഒരു മീറ്റിംഗ് നടന്നായിരുന്നു യൂറോപ്പിൽ. ഇപ്പം നാറ്റോയിലെ മാർക്ക് റൂട്ടോയും ട്രംപിന്റെ റെപ്രസെന്റേറ്റീവും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ എല്ലാം ചേർന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മീറ്റിംഗിൽ പുടിനുമായിട്ട് നടക്കുന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡീറ്റെയിൽസ് അവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റുകളെല്ലാം കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പം ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ കഴിയില്ല. അത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.